ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാനിപൂരിയാണ്. പാനിപൂരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് പൂരി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കളർ മാറിയതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ പൂരിയും എണ്ണയിൽ വറുത്തെടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കണം. പൂരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 2 ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം വേവിച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തതിൻ്റെ കൂടെ സവാളയും കടല വേവിച്ചതും ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്വീറ്റ് ചട്ടിനിയാണ്. പുളി, ഈന്തപ്പഴം, ശർക്കര ഇത് വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തു കഴിഞ്ഞു. അടുത്തതായി വേണ്ടത് സ്പൈസി പാനിയാണ്. അതിനായി വേണ്ടത് പുതിനയില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ജാറിലിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് ചട്നി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസി പാനി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാനിപൂരി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.